Once again, welcome back to our YouTube channel. നമ്മളിപ്പോൾ കവിത തിയേറ്ററിലാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഇല്ല, ലാലേട്ടനാണെങ്കിലും സുരാജേട്ടനാണെങ്കിലും പൃഥ്വിരാജേട്ടനാണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാം നല്ല ക്രൗഡാണ്. ഇവിടെ DJ ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. ഇപ്പൊ ഏകദേശം 6 മണി ആയിട്ടുണ്ട്, ഷോ തുടങ്ങാനുണ്ട്. ഫുള്ള് ചാനലുകാരാണ് ഇവിടെ. എല്ലാ ചാനലുകാരും ഉണ്ട്. അപ്പൊ നമ്മളിത് സമയം ഇപ്പൊ നേരെ നമ്മൾ സിനിമ കാണാൻ കയറാണ് വന്നിട്ട് നമ്മൾ കേരളത്തിലെ ഫസ്റ്റ് റിവ്യൂ നമ്മുടെ ചാനലായിരിക്കും വരുന്നത്. അതെ, നമ്മൾ ഇവിടുത്തെ ക്രൗഡ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. അതന്നെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷോയിൽ കാണാം. അവനിങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞേ? ഭയങ്കര അനുഗ്രഹം കിട്ടുന്നുണ്ട്. കാരണം മമ്മൂട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ശബരിമലയിൽ പോയി സാറ് അത് കൂടുതൽ അനുഗ്രഹമുണ്ട്. കാരണം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഏത് പടം മോഹൻലാലിന്റെ ഇറങ്ങിയാലും മമ്മൂട്ടിയുടെ ഇറങ്ങിയാലും രണ്ടുപേരും യുദ്ധമായിരുന്നു. അതിപ്പോ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ്. മമ്മൂട്ടി ഫാൻസ് ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ്. കാരണം മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് ലാൽ സാറും ശബരിമലയിൽ പോയി നന്നായിട്ട് പ്രേയർ നടത്തി. ഒരു ചെറിയ വിഷമാന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോ വേളാങ്കണ്ണി പോയിരിക്കാം മമ്മൂട്ടി സാറിന് വേണ്ടി. കാരണം പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല. വരുന്നു ലാലേട്ടന്റെ മോനെ ആ ക്ലാസ് ആണ്, ആ വെയിറ്റിച്ചില് ക്ലാസ് വെച്ചുള്ള വരവുണ്ടെങ്കിൽ അതാണ്. ഇനിയിപ്പോ അടുത്ത കാണാം. ഓക്കെ, തിയേറ്റർ കുലിക്കേട്ടാ. എന്താണ് അവരൊക്കെ പറയുന്നത്? എല്ലാവരും കൂടെ അടിപൊളി, ഞങ്ങളെ ലോകമെമ്പാടും എത്തിച്ചെന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ, ഷോ ആലയത്തിനെ ഇഷ്ടപ്പെടുന്ന, രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആ തിങ്ങിനറിഞ്ഞ തിയേറ്ററിലെ ഫുൾ ആവേശത്തിൽ ആ രോമാഞ്ചത്തിൽ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വന്നു, അത് സാധിച്ചു. ഞാൻ ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോക്ക് ഇതുപോലെ വന്നു. അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ മറക്കാത്ത എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമായത്. അല്ല, സിനിമയിലെ ഭാഗമായവരുടെ അഭിമാനത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആ സിനിമയുടെ അന്തിമ വിധി എന്നും പ്രേക്ഷകരുടെ കയ്യിലാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുണ്ട്, രാജു ഉണ്ട്, മുരളി ഗോപിയുണ്ട്. അപ്പൊ ഇതിന് എല്ലാ പിന്തുണയും കൊടുത്ത ആന്റണി ചേട്ടനുണ്ട്, ഗോപാലൻ സാറുണ്ട്. ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരുടെയും കൂടിയാണ് ഈ ഒരു സന്തോഷവും വിജയവും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകമെമ്പാടും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ വരുമ്പോൾ ലോകമെമ്പാടും ഏറ്റെടുത്തിരിക്കുന്നത് അത് തന്നെയാണ് സിനിമ. ഇനി സിനിമയുടെ 3ാം ഭാഗത്തിന് വേണ്ടിയാണ് പ്രസ് എടുക്കാത്തത്. അങ്ങനെയാണ് സിനിമ നിർത്തി. താങ്ക് യു വെരി മച്ച്. ഇവർക്കൊന്ന് വഴിയൊരുക്കി കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. ആ സിനിമയുടെ ഒരു വിജയമാണ് ഇപ്പോൾ പങ്കുവച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ടൊവിയും മഞ്ജു വാര്യരും. ആ സിനിമയുടെ വിജയം പങ്കുവച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി തന്നെ മാറിയിരിക്കുന്നു. എമ്പുരാൻ ലോകമെമ്പാടുമുള്ളവർ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ.